ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ പുണ്യം തേടി പതിനായിരങ്ങൾ. അർദ്ധരാത്രി മുതൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചടങ്ങുകൾ ഉച്ചവരെ തുടരും. വാവുബലി ദിനമായി നാളെയും പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നുച്ചവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാവും. അർജുൻ മട്ടന്നൂർ ആലുവ മണപ്പുറത്ത് നിന്നും തത്സമയം ചേരുന്നു. എന്തൊരു മനോഹരമായ ദൃശ്യമാണല്ലേ. ചെറിയ മഞ്ഞ്, നേരിയ മഞ്ഞിൻ്റെ പാളികൾക്കിടയിൽ പെരിയാറിൻ്റെ തീരത്ത് ആലുവയുടെ മണപ്പുറത്തും ഇങ്ങനെ വലിയ തിരക്കായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. ഇപ്പോൾ തിരക്കൊഴിഞ്ഞു വരുന്നു. ശിവരാത്രി കഴിഞ്ഞ മണപ്പുറം കാണാൻ വേറൊരു ചേലാണ്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ. ശിവരാത്രി പുലർന്ന ആലുവ മണപ്പുറത്തിന് നല്ലൊരു വൈബും ഒരു തിരക്കും ഒരു പ്രത്യേക ഭംഗിയും ഒക്കെയാണ്. ഭക്തിയും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ മനുഷ്യർ പിതൃതർപ്പണം നടത്തിപ്പോകുന്ന ദൃശ്യങ്ങളുണ്ട്. രാവിലെ മുതൽ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല തിരക്കായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെയും ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ അർജുൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഒരു മണൽ പോലും കാണാൻ കഴിയാത്തത്ര വലിയ തിരക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ആലുവ മണപ്പുറത്ത് ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ പിതൃതർപ്പണവും മറ്റും തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് വിശ്വാസികൾ കൂട്ടത്തോടുകൂടി മണപ്പുറത്തേക്ക് എത്തിത്തുടങ്ങിയത്. ഇന്നലെ രാത്രി വ്രതാനുഷ്ഠാനങ്ങളോടെ ഉറക്കമൊഴിഞ്ഞെത്തുന്ന നിരവധി വിശ്വാസികൾ മണപ്പുറത്ത് ഇന്നലെ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു. അതിനുശേഷം രാവിലെ പിതൃതർപ്പണം നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഇന്നലെ അർദ്ധരാത്രി മുതൽ ശിവരാത്രി വിളക്കിന് ശേഷം പിതൃതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനം തുടങ്ങി. അത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. വലിയ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ആലുവ നഗരത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ ഗതാഗത നിയന്ത്രണമാണ് ഇന്ന് ഉച്ചവരെയെങ്കിലും നീളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ദിവസം തുടർച്ചയായി പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ആയിരങ്ങൾ മണപ്പുറത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി സാഹചര്യം മാറി കൂട്ടത്തോടുകൂടി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് മണപ്പുറത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പെരിയാറിൻ്റെ തീരത്ത് വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വർണ്ണാഭമായ കാഴ്ചകളായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. എന്തായാലും നേരം പുലരുന്നു. ശിവരാത്രി വ്രതം പൂർത്തിയാകുന്നു. വിശ്വാസികൾ കൂട്ടത്തോടുകൂടി ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നു. എന്തായാലും ഇന്ന് ഉച്ചവരെയെങ്കിലും പിതൃതർപ്പണ ചടങ്ങുകൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 116 ബലിത്തറകളാണ് ആലുവ മണപ്പുറത്ത് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ വാവുബലിയാണ്. അതുകൊണ്ട് തന്നെ നാളെയും പിതൃതർപ്പണത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരത്തിൽ തുടർച്ചയായി 3 ദിവസം പിതൃതർപ്പണത്തിലുള്ള സൗകര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി എവിടുന്നാണ് വന്നത്? അരൂരിന്ന്. ഇന്നലെ എപ്പോഴെത്തിയതാ? ഞങ്ങൾ ഇന്നലെ ഈ വെളുപ്പിനാ വന്നത്. ഇന്നലെ രാവിലെ എത്തി? ഇന്ന് രാവിലെ ക്ഷേത്രത്തിനകത്ത് പോയോ? അകത്ത് പോകാൻ പോകുന്നു. ബലിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. എവിടെന്നാ ചേച്ചി? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാ. രാവിലെ എത്തിയതാ? ഞങ്ങൾ ഇന്നലെ എത്തി. മണപ്പുറത്തായിരുന്നു. ക്ഷേത്രത്തിൽ ദർശനം നടത്തിയോ? ദർശനം നടത്താൻ പോകുന്നു. ബലി കഴിഞ്ഞു. എന്തായാലും അരുൺകുമാർ, നമുക്ക് കാണാം വിശ്വാസികളൊക്കെ തന്നെ വലിയ ആത്മനിർവൃതിയിലാണ്. പ്രത്യേകിച്ച് ശിവരാത്രി വ്രതം നോറ്റ് ഇന്നലെ ഉറക്കമൊഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി പിതൃതർപ്പണം നടത്തേണ്ടവർ ആ ചടങ്ങുകളൊക്കെ തന്നെ നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത്. തൊട്ടപ്പുറത്ത് ഈ പെരിയാറിൻ്റെ അക്കരെ നമുക്ക് കാണാം അദ്വൈതാശ്രമമുണ്ട്. അവിടെയും സമാനമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആയിരങ്ങൾ അവിടെയും പിതൃതർപ്പണ ചടങ്ങിന് വേണ്ടി എത്തിയിരുന്നു. കനത്ത സുരക്ഷ 1500-ലധികം പോലീസുകാർ ഈ പെരിയാറിന്റെ 2 കരകളിലുമായി നിലയുറപ്പിച്ചിരുന്നു. മാത്രവുമല്ല, പ്രത്യേകിച്ച് ഈ ഏതെങ്കിലും അപകട സാഹചര്യം ഉണ്ടായാൽ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധരും നാവികസേനയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭംഗിയായി തന്നെ ഇത്തവണ ശിവരാത്രി ദിനം പൂർത്തിയാക്കുകയാണ്. പിതൃതർപ്പണത്തിന്റെ ധന്യ നിമിഷങ്ങളാണ്.